ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഈ ഫുട്ബോളിൻ്റെ ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെനാൽറ്റി അടിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ സെൻറ്ററിലോട്ടാണ് കൊടുക്കുന്നത്. ഗോളി പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു, അപ്പോൾ ഗോളി പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതാ നമ്മളെ റിവാർഡ് കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇൻബോക്സിൽ നിന്നും കൂടി കളക്ട് ചെയ്തിട്ട് അപ്പോൾ ലോഡിങ് ആവാണ്. ഈ കളി വെച്ചാൽ 50 കോയിൻ കിട്ടും. ഇത് മറ്റേ കളിയാണ്. അപ്പോൾ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആർക്കാണ് ഫസ്റ്റ് ടച്ച്? അപ്പോൾ നമുക്കാണ് ഫസ്റ്റ് ടച്ച് ഉള്ളത്. അപ്പോൾ നമ്മൾ ലെവൻഡോസ്കി, ഇനിയസ്റ്റ കോവാച്ചിച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യാണ്. കെയിൽ വാക്കറിൽ നിന്ന് ക്യാൻസൽ എടുത്തിട്ടുണ്ട്. മർഡോണ, ലെവൻഡോസ്കിയുടെ ഒരു മോശം പാസ് തന്നെയാണ്. കോവാച്ചിച്ച്, ഡിബ്രൂയിന്, ഫോഡൻ, ആൽബർട്ട് ഫെറർ നല്ലൊരു ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോ ഫെലിക്സിൽ നിന്ന് പെഡ്രിയിൽ നിന്ന് വിക്ടർ റോക്ക്, ഇനിയസ്റ്റ തിരിച്ചും, പെഡ്രി, കുണ്ടെ, ആൽബർട്ട് ഫെറർ. ഗുവാർഡിയോളുടെ നല്ലൊരു ഇൻ്റർസെപ്ഷനാണ്. അപ്പോൾ നമുക്ക് മാച്ചും ഈ കളി വിജയിക്കാൻ നോക്കണം. ജയിച്ചാൽ നമുക്ക് 50 കോയിൻ കിട്ടും. ഇവിടെ നല്ലൊരു മുന്നേറ്റം. പക്ഷേ ഇനിയസ്റ്റ കുറച്ച് സ്ലോ ആയി പാസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോവാച്ചിച്ച് സമ്മതിക്കണില്ല. ഹാലൻഡ് പണിയാവും. ഇപ്പോൾ കോവാച്ചിച്ച് വാക്കറിലോട്ട് ബോൾ കൊടുത്തിട്ടുണ്ട്. അരോഹയുടെ നല്ലൊരു ഇൻ്റർസെപ്ഷനാണ്. ഇനിയസ്റ്റ, മർഡോണയിൽ നിന്ന് ലെവൻഡോസ്കിയിലോട്ട് ബോൾ കിട്ടി. ലെവൻഡോസ്കി ഒരു ഷോട്ട് എടുക്കാം. ഗുവാർഡിയോളുടെ നല്ലൊരു ബ്ലോക്ക് തന്നെയാണ് അവിടെ. ആൽബർട്ട് ഫെററിനെ ബോൾ കിട്ടിയിട്ടുണ്ട്. ആൽബർട്ട് ഫെറർ പക്ഷേ ഡിബ്രോയും ബോൾ എടുത്തു. ഉണ്ട് പെഡ്രി, ആൽബർട്ട് ഫെറർ. അരോഹ എടുത്തിട്ടുണ്ട് ബോൾ. അരോഹിന് നല്ലൊരു പാസ് മർഡോണയിൽ നിന്ന് ലെവൻഡോസ്കി. ഗുവാർഡിയോള അവിടെയും ബ്ലോക്ക് ചെയ്യാണ്. ഹാലൻഡ്, കുണ്ട ബോൾ എടുത്തിട്ടുണ്ട്. ഇനിയസ്റ്റ ജോ ക്യാൻസലോ പെഡ്രിയിലോട്ട് ബോൾ കളിച്ചാണ്, പക്ഷെ പോണില്ല. നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക്. ലോങ് ബോൾ, പെഡ്രിയിലോട്ട് ബോൾ ഇട്ടിട്ടുണ്ട്. വിക്ടർ റോക്കെ, മൈ ഗോഡ്, മികച്ചൊരു ഷോട്ട് തന്നെയാണ് വിക്ടർ റോക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ എഡൽസൺ മൊറിയാസ് അത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർണറാണ്. നമുക്ക് ഡയറക്റ്റ് പോസ്റ്റിലോട്ടൊന്ന് അടിച്ചു നോക്കാം. എഡേഴ്സൺ അതും സേവ് ചെയ്തിട്ടുണ്ട്. എഡേഴ്സൻ്റെ ലോങ് ബോൾ ഹാലൻഡ് ഇത് കൗണ്ടർ അറ്റാക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റോഡ്രിയിലോട്ടൊരു ബോൾ. റോഡ്രി ക്യാൻസൽ എടുക്കാൻ പറ്റുന്നില്ല. അറോഹോ മിസ്സാണ് അവിടെ. വിക്ടർ ബാല ഫോമിലാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഫോഡൻ എവിടെ നിന്നൊക്കെയാണ് ബൈസൈക്കിൾ കിക്ക് എടുക്കുന്നത്, അവിടെ നിന്നും എടുത്താൽ കയറൂല. വിക്ടർ ബാലയുടെ ഒരു ലോങ് ബോളാണ്. ജോ ക്യാൻസലോ ലോങ് ബോൾ കളിക്കാം. മർഡോണയിലോട്ട് നല്ലൊരു പാസ്. മർഡോണയ്ക്ക് എടുക്കാൻ കഴിയുമോ? യെസ്. ലെവൻഡോസ്കി ഒരു ക്രോസ്. ജോ ഫെലിക്സ് ഹെട്ടുത്താണ്ടില്ല. പെഡ്രി, എൻ്റെ മോനെ, ഞാൻ ഗോളാവൂല വിചാരിച്ചായിരുന്നു. പെഡ്രി ഗോൾ അടിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് സൂക്ഷിക്കണം. ഡിഫൻസിലോട്ട് കൂടുതൽ നോക്കണം. ഒപ്പോണൻ്റ് ഇപ്പോൾ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ഒപ്പോണൻ്റ് എന്താ കളിക്കാത്ത? ഹാലൻഡ്,
അറോഹോ എടുത്തിട്ടുണ്ട്. ലെവൻഡോസ്കി പോകുന്നില്ല. റോഡ്രി ഇൻ്റർസെപ്റ്റ് ചെയ്യാണ്. അറോഹോ, ക്യാൻസലോ, ഇനിയസ്റ്റ ബോൾ കിട്ടുന്നില്ല. ഹാലൻഡ്, ഫോഡൻ. നമ്മൾ ജസ്റ്റ് എസ്കേപ്പാണ്. ഫോഡനൊക്കെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഡിബ്രൂണെ ബോൾ കിട്ടുന്നില്ല. അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കുകയാണ്. നമ്മൾ 1-0 ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പൊസഷനൊക്കെ നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഒപ്പോണഞ്ഞിൻ്റെ ടച്ചാണ് ആദ്യം തന്നെ. അപ്പോൾ റോഡ്രിയിൽ നിന്ന് ഹാലൻഡിലോട്ട് പെഡ്രി ബോൾ എടുത്തിട്ടുണ്ട്. ഫെലിക്സിലോട്ട് നല്ലൊരു ബോൾ. വിക്ടർ റോക്കെ നോ. രൂബൻ ഡിയാസ് ബോൾ എടുത്ത് ഫിൽഫോഡനെ കളിച്ചിട്ടുണ്ട്. ഫിൽഫോഡൻ ഓടിക്കഴിഞ്ഞു. കിട്ടും തോന്നണില്ല. നല്ല ഓട്ടമാണ്. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജസ്റ്റ് എസ്കേപ്പാണ്. ഫിൽഫോഡന് ഫിനിഷിങ് കുറവാണ്. അതിനാണ് നമ്മൾ തലനാരിക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പം തന്നെ അടിച്ചിട്ടുണ്ടാവും ഫിൽഫോഡൻ. നമുക്ക് ലെവൻഡോസ്കിയിലോട്ടൊന്ന് കളിക്കാം. വിക്ടർ റോക്കിലോട്ടാണ് പോയത്. ഹെഡുത്തി കൊടുത്തിട്ടുണ്ട് ലെവൻഡോസ്കി. ലെവൻഡോസ്കി മർഡോണ. പക്ഷെ കെയിൽ വാക്കർ ബോൾ എടുത്തിട്ടുണ്ട്. ഹാലൻഡ്, ഫിൽഫോഡൻ അടിക്കല്ലേ. ഞാൻ പറഞ്ഞു വിക്ടർ ബാല ഫോമിലാണ്. രണ്ടാമത്തെ സേവാണ്. ഒരു ക്രൂഷ്യൽ സേവ് തന്നെയാണ് വിക്ടർ ബാല ചെയ്തത്. കോർണർ വഴങ്ങിയിട്ടുണ്ട്. ഡിബ്രൂയിൻ. അതെന്താണ് നമുക്ക് റീപ്ലേ നോക്കാം. എന്തോ ഓൺ ഗോളാണോ? എങ്ങനെയാണ് അങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുന്നത്? ഓൺ ഗോളാണ്. ഓൺ ഗോളാണെന്ന് അറിയില്ല. വിട്രോക്കെ, ലെവൻഡോസ്കി. സ്റ്റോൺസ്. ഇതെന്തവൻ കളിക്കാത്ത? നമുക്ക് ഇവിടെ നിന്നൊരു ഷോട്ട് എടുക്കാം. എൻ്റെ അമ്മോനെ, നമ്മൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2-1 സ്കോറ്. ഇവിടെ എന്താ ടച്ച് ഇടാത്തവൻ? ലെഫ്റ്റ് അടിച്ചോ? ഹലോ ആലൻ്റെ, ടച്ച് ഇടറാ. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് അടിച്ചു എന്നാണ്. അവൻ ലെഫ്റ്റ് അടിച്ചിട്ടുണ്ട്. റോഡ്രി ഇവന്താ കളിക്കണില്ലേ? നമുക്കും കളിക്കണ്ടാവും. കളിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. കളിക്കുന്നില്ല. നമുക്ക് ബോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗോളൊന്നും അടിക്കണ്ട. ചങ്ങായിൻ്റെ ചിലപ്പോൾ ഇൻ്റർനെറ്റ് അങ്ങനെ കട്ടായതായിരിക്കും. നമുക്ക് അവനെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഷാലിൻ്റെ ബോൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക്കാണത്. അവൻ കളിക്കുന്നില്ല. നമുക്ക് എന്നാലും ഏതായാലും കളിക്കുന്നില്ല. നമുക്ക് വെറുതെ സ്കില്ലിട്ട് കളിക്കാം. ഡീഗോ മർഡോണ. നമ്മൾ ഗോളൊന്നും അടിക്കാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് വെറുതെ സ്കില്ലിട്ട് പോവാം. അതാവും നല്ലത്. എനിക്ക് തോന്നുന്നു ഒപ്പോണൻറ്റ് ലെഫ്റ്റ് അടിച്ചു എന്നാണ്. ഏതായാലും ഒപ്പോണൻറ്റ് കളിക്കുന്നൊന്നുമില്ല. നമുക്ക് ഗോളടിക്കാം. അതാണ് നല്ലത്. ഒപ്പോണൻറ്റിൻ്റെ നെറ്റൊക്കെ കട്ടായിട്ടുണ്ടാവും. എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ സ്കില്ലിട്ട് ഗോളടിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു. ഒപ്പോണൻറ്റ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ടുണ്ടാവും സെർവർ. ഞാൻ നിങ്ങളെ ഈ ക്ലിപ്സൊന്നും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. നമുക്ക് ഗോളടിക്കുമ്പോഴുള്ള ക്ലിപ്സ് മാത്രമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നുള്ളൂ. കുറേ നേരത്തിന് ശേഷം ടച്ച് ഇടുന്നുണ്ട് ലെവൻഡോസ്കി. നമ്മൾ അവിടെ നിന്ന് വെറുതെ ട്രൈ ചെയ്യാണ്. അതിലൊപ്പോണെങ്കിൽ ലെഫ്റ്റ് അടിച്ചു. നമുക്ക് വെറുതെ കളിക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോഴാണ് ഈ ഫുട്ബോളിന് മനസ്സിലായി തോന്നുന്നു ഒപ്പോണെങ്കിൽ ലെഫ്റ്റ് അടിച്ചു എന്ന്. ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമുക്കിത് ലൂസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഫുട്ബോളാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജയിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ ഗെയിമിംഗ് ആണ് ഇനി അങ്ങോട്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ FC മൊബൈലിൻ്റെ വീഡിയോ ആണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഫുട്ബോളിൽ മൈ ലീഗ് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു കരിയർ മൂഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കരിയർ മൂഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കരിയർ മൂഡിൽ ഏത് ടീമാണ് എടുക്കേണ്ടതെന്നും കൂടിയും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.